ഹായ് ഫ്രണ്ട്സ്, ഞാൻ രത്ന ബാലേന്ദ്രൻ. രത്നേരി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടോ ഒക്കെ വാങ്ങിക്കുന്ന ബൊഗൈൻവില്ല തൈകൾ എങ്ങനെയാണ് റീപോർട്ട് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്ന ഈ ചെടികൾക്ക് അത് പരിചയിച്ച അന്തരീക്ഷത്തിൽ നിന്നും ഒരു മാറ്റമുണ്ടാകുമ്പോൾ ഒരു സ്ട്രെസ് അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ചെടി ഏത് തന്നെയായാലും ഏതിനത്തിൽപ്പെട്ടതായാലും അത് 2-3 ദിവസമെങ്കിലും പ്രകാശമുള്ള എന്നാൽ നേരിട്ട് വേലിയേൽക്കാത്ത ഒരു സ്ഥലത്ത് വയ്ക്കുന്നതാണ് വളരെ നല്ലത്. മണ്ണ് കളഞ്ഞു വരുന്ന ചെടികളുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. കൂടകളിൽ തന്നെ ചെടികളുടെ മണ്ണൊട്ടും കളയാതെ വരുന്ന ചെടികളുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ അയക്കുന്ന ചെടികൾ മണ്ണ് കളയാതെ തന്നെയാണ് അയക്കുന്നത്. അത്തരം ചെടികൾക്ക് ക്ഷീണമുണ്ടാകാതെ ഞാൻ അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തായിരിക്കും അയക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെത്തുന്ന ചെടികൾക്ക് ചൂട്ടിൽ വെള്ളമുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. വാടി നിൽക്കുന്നത് കണ്ട് ഉടനെ വെള്ളമില്ലാത്ത ഒരവസ്ഥയിലാണ് അത് നിൽക്കുന്നതെന്ന് കരുതി ഒരുപാട് വെള്ളമെടുത്ത് അതിൻ്റെ ചൂട്ടിലേക്ക് ഒഴിക്കരുത്. അത് ഈ പാക്ക് ചെയ്ത് വരുന്നതായതുകൊണ്ടായിരിക്കും അങ്ങനെ ചിലപ്പം വാടി നിൽക്കുകയോ അല്ലെങ്കിൽ ക്ഷീണം തോന്നിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ കൈവിരലുകൾ കൊണ്ട് അതിന് ചൂട്ടിൽ വെള്ളമുണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തണലത്ത് കൊണ്ടുപോയി വയ്ക്കുക. മണ്ണിൻ്റെ അതായത് കൂടുകളിലെ മണ്ണ് ഇളകിയിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് അല്പം താഴേക്ക് അമർത്തി ചെടിയെ ഒന്ന് സ്റ്റേണാക്കി നിർത്തിയിട്ട് നമ്മൾ നല്ല തണലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ മതി. പിന്നീട് പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ കുറച്ച് വെള്ളം അതിന് അല്പം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതിൻ്റെ ഈ സ്ട്രെസ് ഒന്ന് മാറുന്നത് വരെ അത് വളമോ വെള്ളമോ ഒന്നും ധാരാളമായിട്ട് വലിച്ചെടുക്കുകയില്ല. കുറച്ച് വെള്ളം മാത്രമേ അതുകൊണ്ട് കൊടുക്കാവൂ. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെടിക്ക് നിങ്ങളുടെ ആ വീട്ടിലെ അന്തരീക്ഷവുമായി ഒരു പരിചയമാവും. എന്നിട്ട് അപ്പോഴത് നല്ല ഭംഗിയായിട്ട് സാധാരണ പോലെ നിൽക്കുന്നത് കണ്ടാൽ മാത്രം റീപോർട്ട് ചെയ്യാവൂ. ഈ റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതേപോലെ ചെറിയ കുടകളിലുള്ള തൈകളാണ് സാധാരണയായിട്ട് ഞാൻ ഓൺലൈനിൽ അയക്കാറ്. ഇത്രയും പൂക്കളൊന്നും അയക്കുന്ന ചെടികൾക്കുണ്ടാവില്ല. അത് നിങ്ങളെ ഞാൻ ചെടിയുടെ സൈസ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ചെറിയ സ്റ്റെം ആയിരിക്കും. കണ്ടോ, ഇതിൻ്റെ കടയ്ക്ക് അധികം വണ്ണമില്ല. ഞാൻ ഇത് പൊക്കം വെച്ചപ്പോൾ കമ്പുകൾ നാട്ടി അതിനെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ നല്ല വണ്ണമൊക്കെ വെച്ച് സ്റ്റേണായി കഴിയുമ്പോൾ ഈ കമ്പുകളങ്ങ് മാറ്റും. ഇതുപോലെ പൂവായി കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റം, അതായത് ആ തുമ്പ് അനങ്ങ വെട്ടിക്കളയും. അപ്പോൾ വീണ്ടും ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ നന്നായിട്ട് ബ്രാഞ്ച് വരും. ഇതിൻ്റെ സ്റ്റെമ്മിന് വണ്ണവും വയ്ക്കും. ഇത് മറ്റൊരു ചെടിയാണ്. നോക്കിയാൽ ഇതിൻ്റെ സ്റ്റെമ്മും തീരെ വണ്ണം കുറവാണ്. കണ്ടോ, ഇതും പൂവുന്ന ചെടിയാണ്. ഇതിൻ്റെ തുമ്പ് ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കടക്കിനിയും വണ്ണം വെക്കും. ഇത് നല്ല കനമുള്ള കട്ടിയുള്ള കടയുള്ള ഒരു ചെടിയാണ്. കണ്ടോ, പക്ഷേ അതിൻ്റെ സ്റ്റെമ്മോ അതിൽ നിന്ന് വന്നിരിക്കുന്ന മുള കണ്ടോ, അത്ര ഒരു ഭംഗിയുള്ള ചെടിയാണെന്ന് തോന്നുന്നില്ല. ഒരു സൈഡിൽ നിന്ന് മാത്രം ബ്രാഞ്ച് വന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വണ്ണം കൂടിയ കടയുള്ള ചെടികൾ നമ്മൾ നടാനായിട്ട് കൂടയിൽ പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേസമയം എയർ ലെയറിങ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് കണ്ടോ, ഇതും അതുപോലെ ചെറിയൊരു കട നട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നിറയെ പൂ വന്നിരിക്കുന്നത് കണ്ടോ. ഇത് പൂ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കട്ട് ചെയ്യാതിരുന്നത്. ഇനിയിപ്പോൾ ഈ പൂവിൻ്റെ ഈ അടിഭാഗം വെച്ച് കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ ഇനി ഇതിൽ വീണ്ടും ബ്രാഞ്ചുകൾ വരും. കടയ്ക്ക് നല്ല വണ്ണവും വെക്കും. ഇപ്പോൾ ഇത്രയും വണ്ണം 2 പ്രാവശ്യം ഞാനിത് കട്ട് ചെയ്തതാണ്. അപ്പോൾ ആണ് ഈ ഇത്രയും വലുതായി പൂക്കൾ ഉണ്ടായത്. ഇനിയിപ്പോൾ ഞാൻ ഈ പൂക്കൾ വന്ന ഭാഗം വീണ്ടും കട്ട് ചെയ്യും. ഇത് കണ്ടോ, ഇതും ജൂണിൽ നല്ല കട്ടിയുള്ള കനമുള്ള കമ്പ് നട്ടതാണ്. ഒരു ചെറിയ കിളിപ്പാണ് വന്നത്. അതൊട്ട് വളർന്നുമില്ല. ഇതും അതുപോലെ ഒരു ചെടിയാണ്. നോക്കൂ, അതിൻ്റെയും നല്ല സ്റ്റെമ്മ് നല്ല വണ്ണമുള്ളതാണ്. ഒരു ചെറിയ കിളിപ്പ് വന്നു. വീണ്ടും കിളിപ്പുകളൊക്കെ വരുമായിരിക്കുന്നോർത്ത് ഞാൻ ഇത്രയും നാളും ഇതിവിടെ വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ ഇതെടുത്ത് മാറ്റിയാൽ മതി. അത് ശക്തമായിട്ട് ഇനിയും തളിരുകൾ ഉണ്ടാവില്ല. ഇത് കണ്ടോ, ഈ ചെടി ഇതിൻ്റെ കടയ്ക്കും തീർത്ത് വണ്ണം കുറവാണ്. ഇത് കൂടയിൽ നിന്ന് ഒരു 6 ഇഞ്ച് സൈസ് പോട്ടിയിലേക്ക് മാറ്റി കൊടുത്തതാണ്. അപ്പോഴാണ് അത് ഇത്രയും വളർന്നത്.
ഇവിടെ ആയപ്പോൾ ഞാനത് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് നല്ലതായിട്ട് ബ്രാഞ്ച് വന്നു, പൂക്കളും വന്നു. ഇപ്പോൾ ഞാനതിൻ്റെ തലപ്പ് വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തു. പൂക്കളെല്ലാം കൊഴിഞ്ഞു. ഇനിയും പുതിയ ബ്രാഞ്ചുകൾ വരും. അതുപോലെ തന്നെ ഇതിനകത്ത് നിറയെ പൂക്കളും ആവും. ഇപ്പോൾ ഇത് നമുക്കിനി 8 ഇഞ്ച് പോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ നല്ല ശക്തമായിട്ട് വളരും. ഇതുപോലെ ഒരു ചെടി, അതായത് 6 ഇഞ്ച് പോട്ടിൽ വെച്ചിട്ട് വലിയൊരു ചെടി 12 ഇഞ്ച് ചെടിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു ചെടി മാറ്റി വെച്ച് കൊടുത്തതാണ് ഇത്. അടുത്ത സമയത്താണ് ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് ഒരു 15-20 ദിവസമേ ആവുന്നുള്ളൂ. അപ്പോൾ നോക്കിക്കേ എത്ര ഭംഗിയായിട്ട് ഇത് നിൽക്കുന്നത് കണ്ടോ. പൂക്കൾ വന്നു. ഇത് ഫയർ വെറൈറ്റിയാണ്. ധാരാളം ബ്രാഞ്ചുകളും വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ നമുക്ക് ഒരു ചെടിയെ ശക്തമായിട്ട് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ കൂടത്തൈയിൽ നിന്ന് നിങ്ങൾ ചെറിയ ചട്ടിയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അതിന് സമയമില്ലാത്തവർക്ക് 8 ഇഞ്ച് ചട്ടിയിലേക്ക് മാറ്റാം. അതിൽ കൂടുതലുള്ള ചട്ടികളിലേക്ക് ഇത്തരം കൂടത്തൈകൾ മാറ്റരുത്. ഇനി ആ കൂടത്തൈകളൊക്കെ എങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ നിങ്ങളോട് കാണിച്ചു തരുന്നത്. ഇത് കണ്ടോ, ഈ ചെടിയെ ഞാൻ കരിയിലപ്പൊടി ഇട്ട് നട്ട ചെടിയാണ്. ഇതിൻ്റെ അടിഭാഗത്ത് നോക്കൂ, ഈ കരിയിലയെല്ലാം നന്നായിട്ട് പൊടിഞ്ഞ ഒരു കമ്പോസ്റ്റ് പോലെയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ധാരാളം വളം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വേരുകൾ കണ്ടോ എത്ര ശക്തമായിട്ടാണ് ഈ വേരുകളൊക്കെ വളർന്ന് റൂട്ട് ബോൾ ചുറ്റി വേരുകളാണ്. ചെറിയൊരു കൂടയിൽ നിന്ന് 6 ഇഞ്ച് ചട്ടിയിലേക്ക് മാറ്റി നട്ട ചെടിയായിരുന്നു ഇത്. ഇതിനെ ഇനി നമുക്കിനിയും വലിയ ചട്ടിയിലേക്ക് മാറ്റി നടാം. ഇപ്പം ഞാനിതിനെ ഒരു 12 ഇഞ്ച് സൈസ് ചട്ടിയിലേക്കാണ് മാറ്റി നടുന്നത്. അപ്പോൾ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന കൂടത്തൈകൾ ഇതുപോലെ അല്പം കരിയിലയിട്ട് നട്ടാൽ വളരെ നല്ലതായിരിക്കും. നല്ല ഉണങ്ങിയ ഗാർഡൻ സോയിലാണ് നമുക്കിങ്ങനെ പോട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. അതിനോടൊപ്പം തന്നെ കുറച്ച് മണലും വേണം. 2 അളവ് ഗാർഡൻ സോയിലും 1 അളവ് മണലും. പിന്നെ വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. ഈ വേപ്പിൻ പിണ്ണാക്ക് ഫംഗസിൻ്റെ ശല്യങ്ങൾ ഒഴിവാക്കാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ എല്ലുപൊടി, കൂടുതലാകരുത്, എല്ലുപൊടിയ ഫംഗസ് ഉണ്ടാവും. പിന്നെ വേണ്ടത് ചാണകപ്പൊടിയാണ്. അതും നല്ല ഉണങ്ങിയ ചാണകപ്പൊടി ആയിരിക്കണം. വേപ്പിൻ പിണ്ണാക്കും അതുപോലെ ചാണകപ്പൊടിയും 1 സ്പൂൺ എല്ലുപൊടിയും. എല്ലുപൊടിയൊന്നും ഒത്തിരി കൂടുതൽ ഇടരുത്. വളങ്ങളാണെങ്കിലും ഒരുപാട് കൂടുതൽ നമ്മൾ ആദ്യമായിട്ട് റീപ്പോർട്ട് ചെയ്യുമ്പം ഇടരുത്. ചെടിക്ക് അതൊരു വിഷമാവും. പിന്നെ പെട്ടെന്നത് വളം വലിക്കാൻ തുടങ്ങുകയല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വളം വീതമേ നമ്മൾ ഈ പോട്ടി മിക്സിൽ ചേർക്കാവുള്ളൂ. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതാണ് നമ്മൾ പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ 8 ഇഞ്ച് സൈസിലുള്ള ഒരു പോട്ട് എടുക്കാം. ആ പോട്ടിൻ്റെ ഹോളിന് ചെറിയ ഹോളാണ് എങ്കിൽ നമുക്കതൊന്ന് കത്രികയുടെ തുമ്പ് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് താഴേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് വലുതായിക്കൊള്ളും. ഇങ്ങനെ ആ ഹോൾസ് ഒന്ന് വലുതാക്കി എടുക്കുക. വെള്ളം നന്നായിട്ട് വാർന്നു പോകണം. ഈ ഹൈബ്രിഡ് ഇനം ബോൺവില്ലകൾക്ക് വെള്ളം കെട്ടി നിന്നാലെന്ന് പറഞ്ഞാൽ മണ്ണ് സോഗിയായാൽ, മണ്ണ് കുഴഞ്ഞിരുന്നാൽ അതിൻ്റെ ചെറിയ ചെറിയ വേരുകളെല്ലാം അഴുകിപ്പോവും. അങ്ങനെ അഴുകി പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ചെടി വളരുകയില്ല. അതങ്ങനെ വളരാതെ നിൽക്കും. പിന്നെ സാവധാനം ചെടി നശിച്ചു പോകാനും ഇടയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പോലെ ആക്കിയ ശേഷം ഇതുപോലെ ചെറിയ ഓടിൻ കഷ്ണങ്ങളോ അല്ലെങ്കിൽ കല്ലിൻ്റെ പീസുകളോ നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം, ആ ഹോള ഒന്ന് അടഞ്ഞിരിക്കാൻ. അപ്പം നമ്മൾ ഒഴിക്കുന്ന വെള്ളം നന്നായിട്ട് വാർന്നു പൊക്കോളും. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കല്ലിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നല്ലതാണ്. അടിയിൽ നല്ലൊരു ഡ്രെയിനേജ് തരും ഇങ്ങനെ ചെറിയ പീസുകൾ ഇട്ട് കൊടുത്താൽ. ഇങ്ങനെ ചെറിയ കല്ലിൻ്റെ പീസുകൾ ഒരു ലെയർ ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പോട്ടിംഗ് മിശ്രിതം ഇതിലേക്ക് കുറച്ച് ഇടാം. ഇനി നമുക്ക് നമ്മുടെ പോട്ടിലേക്ക് പോട്ടിംഗ് മീഡിയം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു ലെയർ മീഡിയം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് ഉണങ്ങി പീസാക്കി വെച്ചിരിക്കുന്ന കരിയിലയാണ്. നല്ല ഉണക്ക കരിയില പീസാക്കിയതാണ്. പിച്ച് ചീന്തി ഇടുകയോ ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൊടിയേല. വലിയ കരിയിലയായിട്ട് ഇടരുത്, ചെറുതായിട്ട് ഇതുപോലെ പീസാക്കി ഇടണം. എങ്കിലേ അത് പെട്ടെന്ന് പൊടിഞ്ഞ് കമ്പോസ്റ്റ് ആവുകയുള്ളൂ.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചാണകപ്പൊടി, ഇത് 2 സ്പൂൺ ചാണകപ്പൊടിയുണ്ട്, ചുറ്റും ഇങ്ങനെ ഇടുക. ഈ ചാണകപ്പൊടി ഉണങ്ങിയത് കിട്ടാനില്ലാത്തവർക്ക് വെർമി കമ്പോസ്റ്റ് 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മുടെ പോട്ടി മീഡിയ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ലെയർ മണ്ണും വീണ്ടും കരിയിലപ്പൊടിയും, അതിനുശേഷം വീണ്ടും ഒരു ലെയർ മണ്ണും കൂടെ വരുമ്പോഴത്തേന് പ്ലാന്റിൻ്റെ വേരുകൾ അവിടെ എത്തുമ്പോഴേക്കും നല്ല എയറേഷൻ ഉണ്ടായിരിക്കും, പ്ലാന്റ് നന്നായിട്ട് വളരും. ഈ പ്ലാന്റാണ് ഇന്ന് നടുന്നത്. ചെറിയൊരു പ്ലാന്റാണ്, ചെറിയ കമ്പ് നട്ടതാണ്, നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ കീറിയെടുത്ത് ഈ പ്ലാന്റിനെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് കൈകൊണ്ടാണ് കീറുന്നത്, കാരണം ഈ കൂടയ്ക്ക് കട്ടി കുറവാണ്. ഉണ്ടോ, കനം കുറഞ്ഞ കവറാണിത്. സാധാരണ ചിലപ്പോൾ കനം കൂടിയ കവറുകളിൽ വരുന്ന ചെടികളുമുണ്ട്. അപ്പോൾ അതാണെങ്കിൽ നമ്മൾ ബ്ലേഡ് കൊണ്ട് അല്ലെങ്കിൽ കത്രിക കൊണ്ട് കട്ട് ചെയ്ത ശേഷം വേണം ഇതുപോലെ ഊരിയെടുക്കാൻ. 2 വശവും ബ്ലേഡ് കൊണ്ട് താഴേക്ക് കീറിയ ശേഷം പെട്ടെന്ന് നമുക്കിതിനെ ഇങ്ങനെ ഒട്ടും മണ്ണ് പോകാതെ എടുക്കാവുന്നതാണ്. ഒട്ടും ഈ ചെടി ഇരിക്കുന്ന റൂട്ട് ബോൾ ഒട്ടും പൊട്ടിപ്പോകരുതെന്നുള്ളത് നിർബന്ധമാണ്. അതിൻ്റെ മണ്ണൊട്ടും പോകാതെ യാതൊരു ഷേക്കും വരാതെ വേണം നമ്മളിങ്ങനെ ഇതിനെ കവറിനുള്ളിൽ നിന്ന് എടുക്കാൻ. ഇതിന് മണ്ണ് പോവുകയോ അല്ലെങ്കിൽ വേരിന് ഇളക്കം തട്ടുകയോ ഷേക്കാവുകയോ ചെയ്താൽ ഇത് പിടിച്ചു കിട്ടാൻ വളരെ പാടാണ്. ഹൈബ്രിഡ് ഇനങ്ങളെല്ലാം അങ്ങനെയാണ്. നോക്കൂ, ഇതിൻ്റെ വേരുകൾ കണ്ടോ, എത്രമാത്രം വേരുകളാണ് ചുറ്റുമുള്ളതെന്ന്. നമ്മുടെ ഈ മണ്ണ് പോയി കഴിഞ്ഞാൽ ഈ വേരുകളും കൂടെ ഇതിൻ്റെ കൂടെ അടർന്നു പോകും. കാരണം അത്ര സോഫ്റ്റാണ്, അത്ര ലൈറ്റാണ് ഈ വേരുകൾ. അതുകൊണ്ട് ഇങ്ങനെ വളരെ സാവധാനം സൂക്ഷിച്ച് വേണം ചെടിയെ റിപ്പോർട്ട് ചെയ്യാൻ. ഇനി നമുക്കിതിനെ ഇങ്ങനെ ഒത്ത നടുവിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചുറ്റുപാടുമായിട്ട് ഈ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാ വശത്തും ഒരുപോലെ മണ്ണ് വരുന്നത് പോലെ ചെടിയുടെ ചുവട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ മിശ്രിതം ഇട്ട് കൊടുക്കുക. നല്ല ലൂസ് മിശ്രിതമായതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ വരും. ചെടിക്ക് എയർ ഹോൾസ് ഒന്നും ഉണ്ടാവുകയില്ല. നന്നായിട്ട് ചെടി ഇതിനകത്തൂടെ വളരും. ആ വേരുകളെല്ലാം ഇനി പെട്ടെന്ന് ഇത്ര ലൂസായ ഈ മണ്ണിലൂടെ നമ്മൾ കണ്ട ആ വേരുകളെല്ലാം പെട്ടെന്ന് വളരും. ഇതിനകത്ത് നൈട്രജൻ അടങ്ങിയ വളമുള്ളതുകൊണ്ട് വേഗം ഈ വേരുകൾ വളർന്ന് ചെടി നല്ല ഹെൽത്തി ആവും. ഇതിൻ്റെ റൂട്ട് ബോൾ ഒന്ന് മൂടി നിൽക്കുന്നത് പോലെ മാത്രമേ മണ്ണിട്ട് കൊടുക്കാവുള്ളൂ. ഒരുപാട് മുകളിലേക്ക് മണ്ണിടരുത്. ഇതേപോലെ റൂട്ട് ബോൾ ഒന്ന് മൂടി നിന്നാൽ മതി. ഒരുപാട് മണ്ണ് ഇട്ടാൽ അതിന് അപ്പോൾ തന്നെ ഒരു റീപോർട്ടിംഗ് ഷോക്ക് അനുഭവപ്പെടും. കാരണം അത് കൂടയിൽ നിന്ന് അത്രയുമേ അതിൻ്റെ റൂട്ട് ബോളിൻ്റെ ആ ഭാഗത്ത് മണ്ണ് വരാവുള്ളൂ. അപ്പോൾ ഈ ചെടിക്ക് ഇപ്പോൾ ഒട്ടും ഷോക്ക് ഉണ്ടായിട്ടില്ല. യാതൊരു തരത്തിലും ഈ ചെടിക്ക് ഒന്നും വരില്ല, നന്നായിട്ട് വളരും. ഇതിനെ നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ചെടിയെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, കണ്ടോ ഇതിൻ്റെ റൂട്ട് ബോളിൻ്റെ എത്ര നന്നായിട്ട് മൂടിയിട്ടുണ്ടെന്ന്. ഇതുപോലെ മൂടിയിരിക്കണം. അതായത് ഒരുപാട് മണ്ണ് മുകളിലോട്ട് വരരുത്. നമ്മൾ ആ കൂടയിലെടുത്ത അത്രയും ഭാഗമേ മണ്ണ് വരാവുള്ളൂ. ഇനി നമുക്ക് സാഫ് കലർന്ന വെള്ളം ചുറ്റുപാടും ഒഴിച്ചു കൊടുക്കാം. 2 ഗ്രാം സാഫ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തി ഇതുപോലെ ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചെടിക്ക് യാതൊരു ക്ഷീണവും വരാതെ ഫംഗസിൻ്റെ ഇൻഫെക്ഷനൊന്നും ഉണ്ടാകാതെ ഈ സാഫ് സംരക്ഷിക്കും. ഈ ചെടിയെ ഇനി ഒരാഴ്ച നമുക്ക് നല്ല തണലത്ത് വെക്കണം. പ്രകാശമുള്ള തണലത്ത്, അതായത് നേരിട്ട് വെയിൽ കൊള്ളണ്ട എന്ന് മാത്രം. ഒരാഴ്ച കഴിയുമ്പോൾ നല്ല വെയിലത്തേക്ക് എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ചെടി നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് വളർന്നോളും ഇത്തരം പോട്ടിങ്സിൽ നട്ടാൽ. ഇതുപോലെയാണ് നിങ്ങൾ ചെറിയ തൈകൾ നടേണ്ടത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.